നമസ്കാരം. ലോകപ്രസിദ്ധരായ യൂഥന്മാരെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഭാശാലികളിൽ ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഭൗതികശാസ്ത്ര രംഗത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തങ്ങൾ പിൽക്കാലത്തെ പല കണ്ടെത്തലുകൾക്കും ഒരു നിമിത്തമായി മാറിയിട്ടുണ്ട്. 1879 ജർമ്മനിയിലെ ഒരു ജൂത കുടുംബത്തിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത്. ഹൈസ്കൂൾ പഠനം സ്വിറ്റ്സർലൻഡിലായിരുന്നു. പഠനത്തിനു ശേഷം ഒരു ഗുമസ്തപ്പണി അദ്ദേഹം വ്യാപൃതനായി. 1905 അദ്ദേഹം ആവിഷ്കരിച്ച സവിശേഷ ആപേക്ഷികതാ സിദ്ധാന്തം പിന്നീട് പല കണ്ടുപിടുത്തങ്ങൾക്കും വഴിയൊരുക്കുകയുണ്ടായി. ലോകചരിത്രത്തെ തന്നെ അത് മാറ്റിമറിച്ചു. അദ്ദേഹം ഒരു സൂത്രവാക്യം നിർമ്മിച്ചു, E=mc². പിൽക്കാലത്ത് അണുശക്തിയുടെ കണ്ടെത്തലിന് ഈ സമവാക്യം ഏറെ പ്രയോജനം ചെയ്തു. പിൽക്കാലത്ത് ആറ്റം ബോംബിൻ്റെ നിർമ്മാണത്തിനും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ സമവാക്യം വഴിതെളിച്ചു. 1921 ഐൻസ്റ്റീന് നോബൽ പുരസ്കാരം ലഭിച്ചു. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന കണ്ടുപിടുത്തത്തിനായിരുന്നു സമ്മാനം. യഹൂദനായ ഐൻസ്റ്റീൻ്റെ വളർച്ച ഹിറ്റ്ലർക്ക് അസഹ്യമായിരുന്നു. അതുകൊണ്ട് 1933 ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് താമസം മാറ്റി. യഹൂദർക്കായി ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കണമെന്ന ഈ പ്രതിഭാശാലി ഏറെ ആഗ്രഹിച്ചിരുന്നു. 1955 ആൽബർട്ട് ഐൻസ്റ്റീൻ അന്തരിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ലോകപ്രശസ്തനായ മറ്റൊരു യഹൂദനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് യഹൂദനായിരുന്നു. മനുഷ്യ മനസ്സിനെപ്പറ്റിയുള്ള ഫ്രോയിഡിൻ്റെ കണ്ടെത്തലുകൾ മനഃശാസ്ത്ര രംഗത്ത് ഏറെ നേട്ടങ്ങൾക്ക് വഴിതെളിച്ചു. 1856 അന്നത്തെ ഓസ്ട്രിയ എന്ന രാജ്യത്തിലെ ഫ്രൈബർഗ് എന്ന സ്ഥലത്താണ് ഫ്രോയിഡ് ജനിച്ചത്. ഫ്രോയിഡിൻ്റെ 4 വയസ്സുള്ളപ്പോൾ കുടുംബം വിയറ്റ്നയിലേക്ക് താമസം മാറ്റി. മിടുമിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു ഫ്രോയിഡ്. 1881 വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹം ബിരുദം നേടി. പിന്നീട് മനഃശാസ്ത്രത്തിലായി ഫ്രോയിഡിൻ്റെ ശ്രദ്ധ. 1895 ഹിസ്റ്റീരിയയെക്കുറിച്ചുള്ള പഠനങ്ങൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. 1990 രണ്ടാമത്തെ പുസ്തകമായ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അദ്ദേഹം പുറത്തിറക്കി. അതോടെ ഫ്രോയിഡ് ലോകപ്രശസ്തനായി. ഹിറ്റ്ലറുടെ നാസി പട്ടാളം ഓസ്ട്രിയയിൽ കടന്നപ്പോൾ ഫ്രോയിഡിന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു. 1939 83-ാം വയസ്സിൽ ലണ്ടനിൽ വെച്ച് ഫ്രോയിഡ് അന്തരിച്ചു. 20-ാം നൂറ്റാണ്ടിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ചിന്തകനാണ് കാറൽ മാർക്സ്. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. 1818 ജർമ്മനിയിലാണ് കാറൽ മാർക്സ് ജനിച്ചത്. 17-ാമത്തെ വയസ്സിൽ നിയമപഠനത്തിന് ചേർന്നു. നിയമപഠനത്തിന് ശേഷം മാർക്സ് പത്രപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു. പാരീസിലേക്ക് പോയ കാറൽ മാർക്സ് അവിടെ വെച്ച് എംഗൽസിനെ കണ്ടുമുട്ടി. കാറൽ മാർക്സിൻ്റെ ജീവിതകാലം മുഴുവൻ ആ സൗഹൃദം നിലനിന്നു. 1848 എംഗൽസുമൊത്ത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി. 1867 ദാസ് ക്യാപിറ്റൽ എന്ന ഗ്രന്ഥം രചിച്ചു. ഈ ഗ്രന്ഥം അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. 1863 മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ ലോകപ്രശസ്തമായി കഴിഞ്ഞിരുന്നു. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ചാൾസ് ഡാർവിൻ. ഡാർവിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ജീവശാസ്ത്ര രംഗത്ത് കോളിളക്കം സൃഷ്ടിച്ചു. 1809 ഇംഗ്ലണ്ടിലായിരുന്നു ഡാർവിൻ്റെ ജനനം. ആദ്യം വൈദ്യശാസ്ത്രം പഠിക്കാൻ പോയെങ്കിലും ചാൾസ് ഡാർവിന് വൈദ്യശാസ്ത്രം എന്ന വിഷയം ഇഷ്ടമായില്ല. പിന്നീട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അവിടെ വെച്ച് ഒരു കപ്പലിൽ ലോകപര്യടനം നടത്താൻ
അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. കപ്പൽ യാത്ര ഡാർവിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി. 1859 ഡാർവിൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ഒറിജിൻ ഓഫ് സ്പീസീസ്. 1882 ചാൾസ് ഡാർവിൻ അന്തരിച്ചു. ഇവരെല്ലാം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ലോകപ്രശസ്തരായ യൂഥന്മാരാണ്. യൂഥന്മാർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തെ വായനാ റെക്കോർഡ് യൂഥന്മാർക്കാണ്. ഇസ്രായേലികളുടെ വായനാശീലം ലോകപ്രശസ്തമാണ്. 20-ലധികം ദിനപത്രങ്ങളും 300-ലധികം മാസികകളുമാണ് ഇസ്രായേലിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുപ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകം വിറ്റഴിക്കപ്പെടുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇസ്രായേൽ. ഓരോ വർഷവും 20,000 പുസ്തകങ്ങളെങ്കിലും ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്നു. പുസ്തകങ്ങളുടെ ഇറക്കുമതിയിലും 2-ാം സ്ഥാനം ഇസ്രായേലിനാണ്. ഇത് ഇസ്രായേലിൻ്റെ വായനാശീലത്തെപ്പറ്റി വിളിച്ചറിയിക്കുന്ന ഒരു വസ്തുതയാണ്. ഇന്ന് ഈ ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.